ഇന്നലെ എൻ്റെ നെഞ്ചിൽ, അതിന് പേന ഉപയോഗിച്ചിട്ടില്ല, ഞാൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് സത്യത്തിൽ ചിത്ര ചേച്ചിയായിരുന്നു അത് ഫസ്റ്റ് ചെയ്തിരുന്നത്. പറഞ്ഞു കൊടുത്തതാണ് വരികൾ സ്റ്റുഡിയോയിലിരുന്ന് സ്പോട്ടിൽ. അപ്പോൾ അത് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നിമിഷം നേരം കൊണ്ടൊരു പാട്ട് എഴുതിയ കഥകളും. എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് എഴുതിത്തരാം. അതെ അതെ. അതുപോലെ കണ്ണു നട്ട് കാത്തിരുന്നുള്ള പാട്ട്, അത് ഇതേപോലെ പറഞ്ഞു കൊടുത്തത് ഒരു കള്ളൻ്റെ മുതൽ മറ്റൊരു ആൾ കട്ടുകൊണ്ടുപോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ കള്ളൻ്റെ വേദനയെ പറ്റി എഴുതാനാണ് പറയുന്നത്. ആ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. ഇത് പാടുമ്പോൾ അത് പാടുന്ന ആൾ കരയാതെ പാടാൻ പറ്റില്ല. അതാണ് ആ വരികൾക്ക്. അത് കാരണം വരികൾ കൊണ്ടല്ല, അത് എന്തോ നമ്മൾ ഉള്ളിലേക്ക് നേരിട്ട് അതിനൊരു ശബ്ദധാരാവലി എടുത്ത് അതിൻ്റെ അർത്ഥം നോക്കേണ്ട കാര്യമില്ല.